ലോകത്ത് മികച്ച പ്രകടനക്ഷമതയുള്ള മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുന്നതിൽ പേരുകേട്ടവർ തന്നെയാണ് KTM. സൂപ്പർ മോട്ടോ, അഡ്വഞ്ചർ പോലുള്ള മേഖലകളിൽ നിരന്തരം പുതുമകൾ കൊണ്ടുവരുന്നതിനാൽ പെട്ടെന്ന് തന്നെ ജനഹൃദയം കീഴടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രാൻഡിൻ്റെ ഏറ്റവും ശക്തമായ മോഡലുകളിൽ ഒന്നാണ് 1390 സൂപ്പർ ഡ്യൂക്ക് R എന്നുള്ളത്. പേര് പോലെ തന്നെ അതിൻ്റെ കമാൻഡിങ് സ്റ്റൈലും ഹൈ പെർഫോമൻസ് ലെവലുകളും എല്ലാം സൂപ്പർ തന്നെയാണ്. ഇപ്പോൾ ഈ മോഡലിനേക്കാൾ കൂടുതൽ ലളിതവും ശക്തവുമായ പ്രകടനം തരുന്ന ഒരു പ്രീമിയം പതിപ്പ് പുറത്തിറക്കാനുള്ള പ്ലാൻ ഇടുകയാണ് കമ്പനി. അതിൻ്റെ ഭാഗമായി പുത്തൻ മോഡലിൻ്റെ സവിശേഷതകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 1390 സൂപ്പർ ഡ്യൂക്ക് RR എന്നത് ഒരു സാധാരണ അപ്ഡേറ്റ് മോഡൽ എന്നതിലുപരി വളരെ കുറച്ച് യൂണിറ്റുകളിൽ മാത്രം നിർമ്മിക്കുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ ഫ്ലാഗ്ഷിപ്പ് മോഡലും കൂടിയാണ്. ആദ്യം 2025 EICMA മോട്ടോർ ഷോയിൽ അവതരിപ്പിക്കാനായിരുന്നു പദ്ധതി എന്നുണ്ടെങ്കിലും KTM നേരിട്ട സാമ്പത്തിക പ്രശ്നങ്ങളും കമ്പനിയിലെ ഉടമസ്ഥാവകാശ മാറ്റങ്ങളും കാരണം ലോഞ്ച് വൈകിപ്പോവുകയായിരുന്നു. അതേസമയം പുതിയ വിവരങ്ങൾ പ്രകാരം ഈ മോഡൽ 2026 ഗ്ലോബലായി പുറത്തിറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രം നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ബ്രാൻഡിൻ്റെ മറ്റൊരു മോഡലായ 1290 RR വെറും 500 യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ 1390 RR ഇതേ രീതിയിൽ കുറച്ച് ലക്കി റൈഡർമാർക്ക് മാത്രമേ ലഭിക്കാനും സാധ്യതയുള്ളൂ. മാത്രവുമല്ല, ബൈക്കിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിലാണ് കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാരം KTM പ്രത്യേകമായി കുറച്ചിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് 1390 സൂപ്പർ ഡ്യൂക്ക് Rൻ്റെ ഭാരം 212.5 കിലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ പുതിയ RR പതിപ്പിൻ്റെ ഭാരം 204 കിലോഗ്രാം മാത്രമാണ് ഉള്ളത്. അതായത് ഏകദേശം 8.5 കിലോഗ്രാം ഭാരം വരെ കുറച്ചിട്ടുണ്ട് എന്ന് സാരം. ഇത് പെർഫോമൻസ് ബൈക്കുകളിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഭാരം കുറയുന്നതിലൂടെ ബൈക്ക് കൂടുതൽ വേഗത്തിൽ ആക്സിലേറ്റർ ചെയ്യുകയും കോർണറുകളിൽ കൂടുതൽ കൃത്യമായി കൈകാര്യം ചെയ്യാനും സാധിക്കും. മാത്രവുമല്ല, ഈ മോഡലിന് കരുത്ത് നൽകുന്നത് ബ്രാൻഡിൻ്റെ പ്രശസ്തമായ 1350cc V-twin ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ 10,000 RPMൽ പരമാവധി 190 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടാതെ 8,000 RPMൽ 145 Nm ടോർക്കും നൽകുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രകടനം വർദ്ധിപ്പിക്കാനായി RR മോഡലിൽ അക്രോപോവിക് ടൈറ്റാനിയം എക്സോസ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വിപുലമായ കാർബൺ ഫൈബർ ഭാഗങ്ങൾ, ഭാരം കുറഞ്ഞ ലിഥിയം അയൺ ബാറ്ററി എന്നിവയും ഉപയോഗിച്ചതിനാൽ ഇത് ബൈക്കിൻ്റെ ആകെ ഭാരം കുറയുകയും പ്രകടനം മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ബാർ സജ്ജീകരണത്തിലേക്ക് വരികയാണെങ്കിൽ KTM 1290 സൂപ്പർ ഡ്യൂക്ക് RRൽ കണ്ടതുപോലെ തന്നെ 17 mm വീതിയുള്ള സ്പോർട്ടി ഹാൻഡിൽ ബാറുകൾ നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് റൈഡറിന് കൂടുതൽ ആത്മവിശ്വാസമുള്ള നിയന്ത്രണം നൽകുകയും ചെയ്യും.